എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 116 ഒന്നാമത്തെ ചോദ്യമാണ് ചെയ്ത് നിർത്തിയത് അല്ലേ. ഇനി നമുക്കതിൽ രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇതാണ് ചോദ്യം. ടേക്ക് എനി 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്, അതായത് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ അല്ലെ. നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എണ്ണൽ സംഖ്യകൾ. അപ്പൊ തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ദി സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അപ്പോൾ 4 സംഖ്യകൾ എടുത്തിട്ട് തുടർച്ചയായ 4 എണ്ണൽ സംഖ്യകൾ എടുത്തിട്ട് അതിന്റെ ആദ്യത്തെയും ഈ നാലാമത്തെയും സംഖ്യകൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം. മനസ്സിലല്ലോ. പിന്നീടോ ആൻഡ് ഓൾസോ ദി സം ഓഫ് ദി മിഡിൽ 2 നമ്പേഴ്സ്, നടുവിലുള്ള 2 സംഖ്യകൾ തമ്മിൽ കൂട്ടി നോക്കാം അല്ലെ. അത്രയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്താണ് പറഞ്ഞത്? ടേക്ക് അതർ 4 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ചെക്ക്. പിന്നെയോ വീണ്ടും വേറൊരു 4 തുടർച്ചയായ എണ്ണൽ തമ്മിൽ ഇവിടെ എടുത്ത പോലെ വീണ്ടും 4 എണ്ണം കൂടി എടുക്കാം. അവിടെ എന്ത് ചെയ്യാം? ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ കൂട്ടി നോക്കാം. പിന്നെ നടുവിലെ 2 എണ്ണം തമ്മിൽ കൂട്ടി നോക്കാം അല്ലെ. അപ്പൊ ഇങ്ങനെ കൂട്ടി നോക്കുമ്പോൾ എപ്പോൾ അതിന്റെ സമ്മുകൾ, അതായത് അതിന്റെ തുക തുല്യമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതാണ് ചോദ്യം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് 4 എണ്ണൽ സംഖ്യകൾ എടുക്കാം അല്ലെ. നമുക്ക് ഇഷ്ടമുള്ള ചെറിയ എണ്ണൽ സംഖ്യ എടുത്താൽ മതി, വലുതുമ്മലേക്ക് ഒന്നും പോകണ്ട. നമുക്ക് ചെയ്യാൻ എളുപ്പമായ 4 എണ്ണൽ സംഖ്യകൾ നമുക്ക് ആദ്യം എടുക്കാം. അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം, 1 മുതൽ തുടങ്ങാം അല്ലെ. അപ്പൊ 1, 2, 3, 4. അപ്പൊ 4 എണ്ണൽ സംഖ്യകൾ എടുത്തു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ആദ്യത്തേതും അവസാനത്തേതും തമ്മിൽ കൂട്ടി നോക്കണം. ഇത് രണ്ടും തമ്മിലാണ് ആദ്യം കൂട്ടാൻ പോകുന്നത്. ഏതൊക്കെ? 1ഉം 4ഉം. അപ്പൊ നമുക്ക് എഴുതാം സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ് അല്ലെ. അപ്പൊ മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം? ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക അല്ലെ. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ്. ഏതൊക്കെയാണ്? ആദ്യത്തെ സംഖ്യ 1, അവസാനത്തെ സംഖ്യ 4 അല്ലെ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4ഉം 1ഉം 5 കിട്ടി. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? നമുക്ക് രണ്ടാമത്തെ മിഡിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടി വെക്കാൻ പറഞ്ഞു. അപ്പൊ 2ഉം 4ഉം തമ്മിലൊന്ന് കൂട്ടി വെക്കാം. 2ഉം 3ഉം തമ്മിലൊന്ന് കൂട്ടി വെക്കാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? സം ഓഫ്, ഇതേപോലെ തന്നെ എഴുതാം. സം ഓഫ് ഫസ്റ്റിന് പകരം നടുവിലെ 2 സംഖ്യകളാണ് അല്ലെ. അപ്പൊ എന്ത് എഴുതാം? സം ഓഫ് മിഡിൽ 2 നമ്പേഴ്സ് അല്ലെ. മിഡിൽ 2 നമ്പേഴ്സ്. നടുവിലെ 2 സംഖ്യകളുടെ തുക അല്ലെ. സം ഓഫ് മിഡിൽ 2 നമ്പേഴ്സ്. എന്തൊക്കെയാണ് നടുവിലെ സംഖ്യകളുടെ തുക? 1, 2ഉം 1, 3ഉം ആണ് അല്ലെ. അപ്പൊ 2ഉം 3ഉം 5. അപ്പൊ ഇവിടെ നോക്കിയേ, ഇത് അല്ലെ, ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 5 കിട്ടി. ഇത് തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 5 കിട്ടി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറെ ഒരു 4 തുടർച്ചയായ സംഖ്യകൾ കൂടി എടുക്കാം അല്ലെ. വേറെ സംഖ്യകൾ എടുക്കാം. ഇപ്പൊ 1, 2, 3, 4 എടുത്തല്ലോ. ഇനി വേറെ സംഖ്യ നമുക്ക് വേണമെങ്കിൽ 6, 7, 8, 9 എടുത്തു. 6, 7, 8, 9. ഓക്കെ. ഇവിടെ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യത്തെ സംഖ്യ 6, അവസാനത്തെ സംഖ്യ 9 അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് ഇവ തമ്മിലൊന്ന് കൂട്ടി വെക്കാം. അപ്പൊ എന്താ എഴുതാം? സം ഓഫ്, നേരത്തെ മുകളിൽ എഴുതി അതേപോലെ എഴുതാം. സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. ഇങ്ങനെ എഴുതേണ്ടതിനാ നിങ്ങൾക്ക് മനസ്സിലാവാൻ, പിന്നീട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ വഴിയൊക്കെ എഴുതേണ്ടത്. നമ്പേഴ്സ് അല്ലെ. അപ്പൊ സം ഓഫ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പേഴ്സ്, അതായത് ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകളുടെ തുക എത്രയാണ്? ഇവിടെ 6ഉം 9ഉം അല്ലെ. അപ്പൊ 6 + 9 എത്ര കിട്ടി? 6ഉം 9ഉം 15. ഇനി ഇതുപോലെ എന്ത് എഴുതാം? സം ഓഫ് മിഡിൽ 2 നമ്പേഴ്സ് അല്ലെ. നടുവിലെ മിഡിൽ 2 നമ്പേഴ്സ്, അതായത് നടുവിലെ 2 സംഖ്യകളുടെ തുക അല്ലെ. അപ്പൊ അങ്ങനെ എഴുതാം. ഏതൊക്കെയാണ് നടുവിലെ സംഖ്യകൾ? 7ഉം 8ഉം അല്ലെ. അപ്പൊ 7ഉം 8ഉം തമ്മിലൊന്ന് കൂട്ടി വെക്കാം. 7 + 8, അതും നമുക്ക് 15 കിട്ടി അല്ലെ. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന എന്താണ് ഇതിന് കാരണം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു ഇപ്പൊ 2 സംഖ്യകളുടെ തുക അല്ലെ. 2 സംഖ്യകൾ തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്കൊരു സംഖ്യ ഉത്തരം കിട്ടി അല്ലെ. അപ്പൊ ഇതിന് തുല്യമായിരിക്കും. ഇപ്പൊ ആദ്യത്തെ സംഖ്യയോട് ഏതെങ്കിലും ഒരു സംഖ്യ കൂട്ടുക, അതേ സംഖ്യ തന്നെ രണ്ടാമത്തെ സംഖ്യയിൽ നിന്ന് കുറയ്ക്കുക. അപ്പൊ അങ്ങനെ അത് തമ്മിൽ കൂട്ടിയാൽ നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും അല്ലെ. അതല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ 1ഉം 4ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 5 കിട്ടി. ഇനി 1ന്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 2 കിട്ടിയത്. ശ്രദ്ധിക്കുക, 1ന്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് 2 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ സംഖ്യയുടെ ഏത് കുറയ്ക്കണം? ഇവിടെ 1 കൂട്ടി, അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് 1 കുറയ്ക്കണം അല്ലെ. അപ്പൊ 4ൽ നിന്ന് 1 കുറച്ചപ്പോൾ 3 കിട്ടി.
മനസ്സിലായല്ലോ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് ആദ്യം കാണാം, നല്ലവണ്ണം കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ ഇവിടെ ഇതിന്റെ കൂടെ ഒന്ന് കൂട്ടി, അപ്പോൾ എന്ത് ചെയ്തു? ഇതിൽ നിന്ന് ഒന്ന് കുറച്ചു അല്ലേ? അപ്പോൾ അങ്ങനെ ആയാൽ എന്തായിരിക്കും? ഉത്തരം സെയിം ആയിരിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ? അപ്പോൾ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, 6ഉം 9ഉം കൂട്ടിയപ്പോൾ നമുക്ക് 15 കിട്ടി അല്ലേ? ഇനി 6ന്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് 7 കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യയിൽ നിന്ന് 1 കൂട്ടുകയല്ല വേണ്ടത്, 1 കുറയ്ക്കണം അല്ലേ? ഇവിടെ 1 കൂട്ടി, അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് 1 കുറയ്ക്കണം. അപ്പോൾ 9ൽ നിന്ന് 1 കുറച്ചപ്പോൾ 8 കിട്ടി. അപ്പോൾ 7ഉം 8ഉം കൂടി കൂട്ടി എത്ര തന്നെ ആയിരിക്കും? 15 തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ് അല്ലേ? അപ്പോൾ 1, 2, 3, 4 ഡിഫറൻസ് 1 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ കൂടെ 1 കൂട്ടി അല്ലേ? 1 കൂട്ടിയപ്പോൾ നമുക്ക് 2 കിട്ടി. ഇനി ഇതിൽ നിന്ന് 1 കുറച്ചപ്പോഴാണ് 3 കിട്ടിയത് അല്ലേ? അപ്പോൾ ഇവിടെ 1 കൂട്ടി, ഇവിടെ 1 കുറച്ചു. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടുന്നതും ഇത് തമ്മിൽ കൂട്ടുന്നതും എന്തായിരിക്കും? സെയിം തന്നെയായിരിക്കും അല്ലേ? ഇതേ ചോദ്യങ്ങൾ തന്നെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ എന്താ പറയുക? അത് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ എല്ലാ എണ്ണൽ സംഖ്യകളും ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതേ ഉത്തരം തന്നെ കിട്ടും. എന്താണ് കാരണം? നമ്മൾ പ്രൂവ് ചെയ്യാൻ പറയും. അപ്പോൾ അവിടെ നാം എന്ത് ചെയ്യേണ്ടത്? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ, അവിടെ ആൾജിബ്ര. അപ്പോൾ ആൾജിബ്ര ബീജഗണിതം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 1ന് നമ്മൾ n എന്ന് കൊടുക്കും, പിന്നെ 2ന് n+1, n+2, n+3 എന്നൊക്കെ കൊടുത്തിട്ട് വേണം നമ്മളിത് പ്രൂവ് ചെയ്യാൻ. മനസ്സിലായില്ലേ? പക്ഷെ നമുക്ക് ഇവിടെ അതൊന്നും ചെയ്യണ്ട. നമ്മൾ അതൊന്നും ഇവിടെ പഠിച്ചിട്ടില്ലല്ലോ, ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ആകെ പഠിച്ച കാര്യം എന്താണ്? ഈ 2 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ തുല്യമായിരിക്കും. എങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കൂടെ കൂട്ടുന്ന സംഖ്യ തന്നെ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അവ തുല്യമായിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ കാര്യം മാത്രം എടുത്ത് എഴുതാൽ മതി. ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഈസ് 1 അല്ലേ? അതായത് ഈ മലയാളം മീഡിയക്കാർ എഴുതാം, ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 1 ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം അല്ലേ? അപ്പോൾ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആണ്. പിന്നെ എന്ത് എഴുതിയിട്ടുണ്ട്? ഫസ്റ്റ് നമ്പർ +1 ഇസ് ഈക്വൽ ടു സെക്കൻഡ് നമ്പർ. അതായത് ഒന്നാമത്തെ സംഖ്യ +1, ഒന്നാമത്തെ സംഖ്യയുടെ 1 കൂട്ടിയപ്പോൾ ഈക്വൽ ടു സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ സംഖ്യ കിട്ടും അല്ലേ? അപ്പോൾ ഒന്നാമത്തെ സംഖ്യയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടി. ഇനിയോ 4ാമത്തെ സംഖ്യയിൽ നിന്ന് ആ 1 കുറച്ചു. കണ്ടാ, ആ 1 കുറച്ചു. അപ്പോൾ 4th നമ്പർ -1. അപ്പോൾ ഇവിടെ കൂട്ടിയ 1 4ാമത്തെ സംഖ്യയിൽ നിന്ന് കുറച്ചു. അപ്പോഴാണ് നമുക്ക് 3ാമത്തെ സംഖ്യ കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താവും? ഈ ഫസ്റ്റ് നമ്പറും 4th നമ്പറും കൂടി കൂട്ടുന്ന അതേ സംഖ്യ തന്നെയായിരിക്കും നമുക്ക് എപ്പോൾ കിട്ടുക? സെക്കൻഡ് നമ്പറും 3rd നമ്പറും തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുക. അത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. Instead of 4 consecutive natural numbers, take 6 consecutive natural numbers. ഇപ്പൊ നമ്മൾ 4 തുടർച്ചയായ എണ്ണൽ സംഖ്യകളല്ലേ എടുത്തത് നാച്ചുറൽ നമ്പർ. അതിന് പകരം 4ന് പകരം 6 എണ്ണം എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം അല്ലേ? കൂട്ടി നോക്കാം. എന്നിട്ട് എന്താണ് ചോദിച്ചിട്ടുള്ളത്? ദി സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ദി ലാസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു വിച്ച് അതർ പെയേഴ്സ് അല്ലെ? അപ്പൊ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ കിട്ടുന്ന ആ സംഖ്യ അല്ലെങ്കിൽ ആ തുക ഏത് ജോഡി സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 എണ്ണം എടുക്കാം അല്ലെ? നേരത്തെ 4 എണ്ണം എടുത്തതിന് പകരം 6 എണ്ണം എടുക്കാം. നമുക്കൊരു പണിക്കാം, 1 തന്നെ തുടങ്ങാം. അപ്പൊ 1, 2, 3, 4, 5, 6 അല്ലെ? 6 തുടർച്ചയായ സംഖ്യകൾ എടുത്തു. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ 1ഉം ആദ്യത്തെ അവസാനത്തെ തമ്മിൽ നമ്മൾ കൂട്ടി നോക്കണം അല്ലെ? അപ്പൊ 1ഉം 6ഉം തമ്മിൽ ഒന്ന് കൂട്ടി നോക്കാം. ഫസ്റ്റ് നമ്പർ അല്ലെ? ഫസ്റ്റ് നമ്പർ പ്ലസ് ഏതാണ്? ലാസ്റ്റ് നമ്പർ. അതായത് ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും അല്ലെ തമ്മിൽ കൂട്ടുന്നു. ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ എത്ര കിട്ടും നമുക്ക്? 1 + 6 അല്ലെ? 7 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് വേറെ ഏത് ജോഡികൾ തമ്മിൽ കൂട്ടുമ്പോഴാണ് 7 കിട്ടാന്ന് നോക്കാം അല്ലെ? ബാക്കി ഇത്ര സംഖ്യകളുണ്ട്. ഇതിൽ 7 കിട്ടിയതാണ് 2ഉം 3ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 5 കിട്ടും. 3ഉം 4ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടുന്നുണ്ട് അല്ലെ? അപ്പം 3ഉം 4ഉം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7 കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെയോ 5ഉം 4ഉം 9 ആണ് അല്ലെ? കിട്ടില്ല. ഇനി നോക്കിയാൽ 2ഉം 5ഉം തമ്മിൽ കൂട്ടിയാലും നമുക്ക് 7 കിട്ടുന്നുണ്ട് അല്ലെ? അതായത് സെക്കൻഡ് നമ്പറും പിന്നെ 1, 2, 3, 4, 5 ഫിഫ്ത്ത് നമ്പർ അല്ലെ കൂടി കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? 7 കിട്ടുന്നുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് സെക്കൻഡ് നമ്പർ പ്ലസ് എത്രാമത്തെ നമ്പർ? ഫിഫ്ത്ത് നമ്പർ അല്ലെ? ഫിഫ്ത്ത് നമ്പർ, അഞ്ചാമത്തെ നമ്പർ.
അപ്പോൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 7 കിട്ടുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ് വരുന്നത്? 2 + 5 7. അപ്പോൾ കിട്ടി. ഈ പിന്നെയോ ഈ നടുവിലുള്ള രണ്ട് സംഖ്യയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 7 കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് മിഡിൽ 2 നമ്പേഴ്സ്, അതായത് മധ്യത്തിലെ രണ്ട് സംഖ്യകൾ അല്ലേ? അവ തമ്മിൽ കൂട്ടാൻ എന്ത് വരും? 3 + 4 7 കിട്ടി. ഇനി വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ 6 വേറെ സംഖ്യയും കൂടി എടുത്തു നോക്കാം അല്ലേ? ഇപ്പം നോക്കിയാൽ ഞാൻ വേറെ ഇപ്പോൾ ഒരു 4 5 6 7 8 9 അടുത്തൊരു 6 തുടർച്ചയായ സംഖ്യകൾ എടുത്തു. അങ്ങനെയാണെങ്കിൽ നോക്കിയാൽ ഇപ്പം 4ഉം 9ഉം കൂടി കൂട്ടുന്നു. എത്ര കിട്ടും നമുക്ക്? അപ്പം നോക്കിയാൽ 4 + 9 4 + 9 എത്ര കിട്ടി? 13 കിട്ടി. ഇനി 13 തമ്മിൽ കൂട്ടുമ്പോൾ വരാം 5ഉം 8ഉം 13 അല്ലേ? 5ഉം 8ഉം 13. അപ്പോൾ 5 + 8 അതും 13. ഇനി നോക്കിയാൽ 6ഉം 7ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടും അല്ലേ? 6 + 7 13. അപ്പോൾ ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെ ഇവിടെയും കിട്ടുന്നുണ്ട് അല്ലേ? അതായത് രണ്ട് അറ്റത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 13, ഇവ തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നു അതും ഇപ്പോഴും 13, ഇവ തമ്മിൽ കൂട്ടിയാലും 13 അല്ലേ? അതായത് ഒരേ സംഖ്യ തന്നെയാണ് ഇങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതിനെന്തായിരിക്കും റീസൺ? നാം നേരത്തെ പറഞ്ഞ അതേ റീസൺ തന്നെയാണ് ഇവിടെയുള്ളതും. ഇവിടെ നോക്കിയേ 1ഉം 6ഉം തമ്മിൽ കൂട്ടി അല്ലേ? 1ഉം 6ഉം തമ്മിൽ കൂട്ടിയപ്പോൾ നമുക്ക് 7 കിട്ടി. നാം നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഈ സംഖ്യയുടെ കൂടെ ഏത് സംഖ്യ കൂട്ടിയാലും അതേ സംഖ്യ തന്നെ ഇതിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ അല്ലേ അവ തമ്മിൽ കൂട്ടുമ്പോൾ എന്തായിരിക്കും? ഇതേ ഉത്തരം തന്നെ കിട്ടും അല്ലേ? ഇപ്പം നോക്കിയാൽ 1 6, അതിന് പകരം ഇവിടെ 2ആയി, അതായത് ഇതിൻ്റെ കൂടെ 1 കൂട്ടി, അപ്പോൾ 2 കിട്ടിയാലോ? അപ്പോൾ 6ൽ നിന്ന് എന്ത് കുറച്ചു? 1 കുറച്ചു. വേണ്ട, 1 കുറച്ചു. ഇവിടെ 1 കൂട്ടിയപ്പോൾ 1 കുറച്ചു. അപ്പോൾ 6ൽ നിന്ന് 1 കുറച്ചപ്പോൾ 5 കിട്ടി. അങ്ങനെയാണെങ്കിൽ 5ഉം 2ഉം 7, ഇത് തമ്മിൽ കൂട്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ഇത് തമ്മിൽ ആഡ് ചെയ്താലും കിട്ടും. ക്ലിയർ ആയില്ലേ? ഇനി ഇത് നോക്കിയേ 1 3ആയി അല്ലേ? അപ്പോൾ 1ൽ നിന്ന് 1ൻ്റെ കൂടെ 2 കൂട്ടി 3 ആവാൻ അല്ലേ? 2ആണ് കൂട്ടിയത്. അപ്പോൾ 6ൽ നിന്ന് എന്ത് ചെയ്യണം? 2 കുറക്കണം അല്ലേ? അപ്പോൾ 6ൽ നിന്ന് 2 കുറച്ച് 4, അപ്പോൾ 3ഉം 4ഉം കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? ഈ ഉത്തരം തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാരണം തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനുള്ളത്. ആ കാര്യം മാത്രം നമ്മൾ എഴുതി വെച്ചാൽ മതി. ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഈസ് 1 അല്ലേ? ഇപ്പോൾ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 1 കൂട്ടിയാൽ സെക്കൻഡ് നമ്പർ കിട്ടി. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് നമുക്ക് സെക്കൻഡ് നമ്പർ കിട്ടുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റ് നമ്പറിൽ നിന്ന് 1 കൂട്ടി 1 കുറച്ചു, ലാസ്റ്റ് നമ്പറിൽ നിന്ന് കുറച്ചു, അപ്പോൾ നമുക്ക് ഫിഫ്ത്ത് നമ്പർ കിട്ടി അല്ലേ? അതായത് ഈ അവസാനത്തെ നമ്പറിൽ നിന്ന് 1 കുറച്ചപ്പോൾ ഇത് കിട്ടി അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കൂടി കൂട്ടുന്നത് ഏതിന് തുല്യമായിരിക്കും? ഇവ തമ്മിൽ കൂട്ടുന്നതിന് തുല്യമായിരിക്കും. ഓക്കെ, ഇത് നോക്കിയാൽ ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോൾ തേർഡ് നമ്പർ കിട്ടി. ഫസ്റ്റ് നമ്പറിൻ്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ നമ്പർ കിട്ടുന്നത് അല്ലേ? 2 കൂട്ടിയപ്പോഴും. അപ്പോൾ ലാസ്റ്റ് നമ്പറിൽ നിന്ന് 2 കുറച്ചപ്പോഴാണ് നമുക്ക് നാലാമത്തെ നമ്പർ കിട്ടുന്നത് അല്ലേ? ലാസ്റ്റ് നമ്പറിൽ നിന്ന് 2 കുറച്ചു -2 = ഫോർത്ത് നമ്പർ. അങ്ങനെ കുറച്ചപ്പോൾ നമുക്ക് നാലാമത്തെ നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടും? ഇതേ ഉത്തരം തന്നെയായിരിക്കും നമുക്ക് ഇവ തമ്മിൽ കൂട്ടുമ്പോഴും കിട്ടുക. ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ഇഫ് യു ടേക്ക് 5 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ്? അതായത് തൊട്ടടുത്തുള്ള 5 എണ്ണൽ സംഖ്യകൾ എടുത്താൽ എന്താണ് സംഭവിക്കുക? 5 എണ്ണൽ സംഖ്യകൾ അല്ലേ? അപ്പോൾ നമുക്ക് 5 എണ്ണം എടുത്ത് നോക്കാം. 1 തൊട്ട് തന്നെ തുടങ്ങാം. 1 2 3 4 5. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം ഒന്നാമത്തതും അവസാനത്തും അല്ലേ തമ്മിൽ കൂട്ടി നോക്കാം. അപ്പോൾ 1ഉം 5ഉം ആഡ് ചെയ്തല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ. അതായത് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ. ഏതാണ്? 1 + 5 അല്ലേ? 1 + 5 = 6. ഇനി 6 കിട്ടുക ഏതൊക്കെ കൂടി കൂട്ടുമ്പോഴാണ് നോക്കിയാൽ ഏത് പേര് കൂട്ടുമ്പോഴാണ്? 2ഉം 4ഉം 6 അല്ലേ? അപ്പോൾ നമുക്ക് 2 + 4 6. അതായത് സെക്കൻഡ് നമ്പർ രണ്ടാമത്തെ സംഖ്യ പ്ലസ് നാലാമത്തെ സംഖ്യ അല്ലേ? 1 2 3 നാലാമത്തെ സംഖ്യ. അപ്പോൾ ഫോർത്ത് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടും 2 + 4 = 6 കിട്ടി. ഇനി ഇവിടെ നടുവിലൊരു 3 ആണുള്ളത് അല്ലേ? നടുവിലൊരു 3 മാത്രമേ ഉള്ളൂ. നോക്കിയാൽ ഈ 3ൻ്റെ കൂടെ ഒരു 3ഉം കൂടി കൂട്ടുകയാണെങ്കിൽ, അപ്പോൾ ഇവിടെ 3 കൂടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഈ 3ൻ്റെ കൂടെ നമ്മൾ ഒരു 3ഉം കൂടി കൂട്ടുകയാണെങ്കിൽ എന്ത് വരും? ഇതേ സംഖ്യ തന്നെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 6 കിട്ടുമല്ലോ.
കിട്ടും അല്ലേ? അപ്പം ഇതിൻ്റെ കൂടെ അതേ സംഖ്യ തന്നെ കൂട്ടിയാൽ നമുക്ക് 6 കിട്ടും. അപ്പം നമുക്ക് മിഡിൽ നമ്പർ, നടുവിലെ സംഖ്യ, മിഡിൽ നമ്പർ പ്ലസ് മിഡിൽ നമ്പർ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് മിഡിൽ നമ്പർ ഇൻറ്റു 2 എന്ന് കൊടുക്കാം. അതായത് രണ്ട് കൊണ്ട് ഗുണിക്കുന്നു. അത് 2 പ്രാവശ്യം കൂട്ടുന്നതും അതിന് പകരം 2 കൊണ്ട് ഗുണിക്കുന്നതൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും അല്ലേ? അല്ലേ? ഓക്കെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക. അതല്ലെങ്കിൽ മിഡിൽ നമ്പർ പ്ലസ് മിഡിൽ നമ്പർ 2 പ്രാവശ്യം കൂട്ടി എന്ത് വരും? ഇപ്പം 3 + 3 വരും അല്ലേ? 3 + 3 = 6. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇൻറ്റു 2 എന്ന് വേണ്ട, നിങ്ങൾക്ക് പിന്നീട് സംശയം തോന്നുന്നുണ്ട്. അപ്പം മിഡിൽ നമ്പർ പ്ലസ് മിഡിൽ നമ്പർ എന്ന് തന്നെ എഴുതാം. മിഡിൽ നമ്പർ പ്ലസ് മിഡിൽ നമ്പർ. അപ്പോൾ 3 + 3 അല്ലേ? 3 + 3 = 6. ഓക്കെ. ഇനി നമുക്ക് വേറെ കുറച്ച് സംഖ്യകൾ എഴുതി നോക്കാം. ഇപ്പോൾ നമുക്ക് 3, 3, 4, 5, 6, 7 5 സംഖ്യകൾ ഞാൻ അടുപ്പിച്ച് എഴുതി അല്ലേ? ഇനി നോക്കിയാൽ 3ഉം 7ഉം 3 + 7 എത്ര കിട്ടും നമുക്ക്? 7ഉം 3ഉം 10 എന്ന് കിട്ടി അല്ലേ? ഇനി ഇവ തമ്മിൽ കൂട്ടിയാലോ? 6 + 4 + 6 അല്ലേ? 4 + 6 അത് നമുക്ക് 10 എന്ന് കിട്ടി. ഇനി ഇവിടെ 5 മാത്രമേ ഉള്ളൂ അല്ലേ? 5 മാത്രമേ ഉള്ളൂ. 5ന് ആരും കൂട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാം? 5 തന്നെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 5 + 5 2 5 കൂട്ടുകയാണെങ്കിൽ നമുക്ക് 10 കിട്ടി. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ അല്ലേ? ഓക്കെ. ഇനി ഇതിനെന്തായിരിക്കും റീസൺ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് റീസൺ. ഇവിടെ നോക്കിയേ, 1 അല്ലേ? 1ഉം 5ഉം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 6 കിട്ടി. ഇനി അടുത്ത് നമ്മൾ ഏത് തമ്മിലാണ് കൂട്ടുന്നത്? 2ഉം 4ഉം തമ്മിലാണ് കൂട്ടുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് 6 കിട്ടണം. എന്താണ് കാരണം? 1ന്റെ കൂടെ 1 കൂട്ടിയപ്പോൾ 2 കിട്ടി അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ 5ന്റെ കൂടെ എന്ത് ചെയ്തു? ഈ 1 കൂട്ടിയതിന് പകരം 1 കുറച്ചു. അപ്പോൾ 5ൽ നിന്ന് 1 കുറച്ച് 4 കിട്ടി. അപ്പോൾ 2ഉം 4ഉം കൂടി കൂട്ടിയാൽ നമുക്ക് 6 തന്നെ കിട്ടണം അല്ലേ? പക്ഷേ ഇവിടെ വേറെ കാര്യമുണ്ട്. ഇനി 3 ഉണ്ട് അല്ലേ? 3 ഉണ്ട്. നോക്കിയാൽ 2, 3 കൂടി കൂട്ടുമ്പോൾ 6 കിട്ടി. അതെങ്ങനെ കിട്ടി? 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോഴാണ് 3 ആയത്. ഇവിടെയോ 5ന്റെ കൂടെ ഇവിടെ 2 കൂട്ടി. അപ്പോൾ ഇവിടെ 2 കുറച്ചു. 5ൽ നിന്ന് 2 കുറച്ചു. അപ്പോൾ ഇത് സെയിം ആകൂലേ? അപ്പോൾ നമുക്ക് 3ഉം 3ഉം 6 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഈസ് 1 അല്ലേ? ഈ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1 ആകുന്നു അല്ലേ? അതുകൊണ്ട് നോക്കിയേ, ഫസ്റ്റ് നമ്പർ +1 ഒന്നാമത്തെ നമ്പറിൻ്റെ കൂടെ 1 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ നമ്പർ കിട്ടുന്നു. സെക്കൻഡ് നമ്പർ അല്ലേ? അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ നാലാമത്തെ സംഖ്യ കിട്ടി അല്ലേ? ലാസ്റ്റ് നമ്പർ -1 ലാസ്റ്റ് നമ്പറിൽ നിന്ന് 1 കുറച്ചപ്പോൾ ഫോർത്ത് നമ്പർ കിട്ടി, നാലാമത്തെ സംഖ്യ കിട്ടി. ഓക്കെ. ഇനി നമുക്ക് ഒന്നാമത്തെ സംഖ്യയുടെ കൂടെ 2 കൂട്ടിയപ്പോൾ മിഡിൽ നമ്പർ കിട്ടി അല്ലേ? 1ന്റെ കൂടെ 2 കൂട്ടിയപ്പോൾ, അതാണ് ഫസ്റ്റ് നമ്പർ +2 = മിഡിൽ നമ്പർ. അങ്ങനെയാണെങ്കിലോ അവസാനത്തെ നമ്പറിൽ നിന്ന് 2 കുറച്ചു അല്ലെ? 2 കുറച്ചപ്പോൾ നമുക്ക് മിഡിൽ നമ്പർ കിട്ടി. ലാസ്റ്റ് നമ്പർ -2 = മിഡിൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇവ തമ്മിൽ കൂട്ടുന്നത് എന്തായിരിക്കും? തുല്യമായിരിക്കും. മനസ്സിലായല്ലോ? ഇവിടെ 1 കൂട്ടി 1 കുറച്ചു, ഇവിടെ +2 ഇവിടെ 2 കുറച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്തൊന്ന് ചെയ്ത് നോക്കാം. വാട്ട് അബൌട്ട് 3 കോൺസിക്യൂട്ടീവ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെ? തുടർച്ചയായ 3 എണ്ണൽ സംഖ്യകൾ എടുത്താൽ, 3 എണ്ണൽ സംഖ്യകൾ ഇപ്പം നോക്കി, നമുക്ക് 4, 5, 6 എടുത്തു. 4, 5, 6. ഇനി നോക്കിയേ, അറ്റത്തെ രണ്ടെണ്ണം തമ്മിൽ കൂടി കൂട്ടി നോക്കി അല്ലേ? അപ്പം എത്ര കിട്ടും? ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ. അതായത് ആദ്യത്തെ സംഖ്യ പ്ലസ് അവസാനത്തെ സംഖ്യ എത്ര കിട്ടും? 4 + 6 = 4ഉം 6ഉം 10 അല്ലേ? ഇനി മിഡിൽ ഒരു സംഖ്യ ഉള്ളൂ അല്ലേ? അപ്പോൾ നമുക്ക് അതേ സംഖ്യ തന്നെ ഒന്നും കൂടി കൂട്ടി നോക്കാം. അപ്പോൾ 5ഉം 5ഉം 10 തന്നെയാണ് കിട്ടുക അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? മിഡിൽ നമ്പർ ഇൻറ്റു 2 അല്ലെ? ഇൻറ്റു 2 എന്ന് എഴുതാം. അതല്ലെങ്കിൽ പ്ലസ് മിഡിൽ നമ്പർ 2 പ്രാവശ്യം, അല്ലെങ്കിൽ ഇൻറ്റു 2 എന്ന് എഴുതിയാലും മതി. എത്രയായിരിക്കും? മിഡിൽ നമ്പർ 5 ആണ്. 5ഉം 5ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 10 കിട്ടും അല്ലേ? അപ്പോൾ എന്തിനാണ് റീസൺ? ഇപ്പം ഇതുപോലെ നമ്മൾ വേറെ സംഖ്യ എഴുതി നോക്കിക്കോ, അപ്പോൾ നമുക്ക് ഇത് തന്നെ കിട്ടും. അപ്പോൾ എന്തായിരിക്കും റീസൺ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ എഴുതി, അതേ റീസൺ തന്നെ നമുക്ക് പറയാനുള്ളൂ. എന്താണ്? ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പേഴ്സ് ഈസ് 1 അല്ലേ? ഇവ തമ്മിലുള്ള ഡിഫറൻസ് വ്യത്യാസം എത്രയാണ്? 1 ആകുന്നു. പിന്നെയോ ഫസ്റ്റ് നമ്പർ +1 ആദ്യത്തെ സംഖ്യയുടെ 1 കൂട്ടിയപ്പോൾ അല്ലെ? 1 കൂട്ടിയപ്പോൾ നമുക്ക് മിഡിൽ നമ്പർ കിട്ടി അല്ലേ? ആദ്യ സംഖ്യയുടെ കൂടെ 1 കൂട്ടിയപ്പോൾ മിഡിൽ നമ്പർ കിട്ടി. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സംഖ്യയിൽ നിന്ന് 1 കുറച്ചപ്പോൾ മിഡിൽ നമ്പർ കിട്ടി അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ 1 കൂട്ടി അതിന് പകരം 1 കുറച്ചു അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഈ മിഡിൽ നമ്പർ തമ്മിൽ കൂട്ടുന്നതും ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ കൂട്ടുന്നതും എന്തായിരിക്കും? ഒരേ ഉത്തരം തന്നെയായിരിക്കും.
മനസ്സിലായില്ലേ? ഏത് സംഖ്യയാണ് കൂട്ടുന്നത് അതേ സംഖ്യ തന്നെ കുറയ്ക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ഇൻ ദി കലണ്ടർ ഓഫ് എനി വൺ മന്ത്, അല്ലെ, ഏതെങ്കിലും ഒരു മാസത്തെ കലണ്ടറിൽ മാർക്ക് ദോസ് ഡേയ്സ് വിച്ച് ഫാൾ ഓൺ എനി വൺ ഡേ ഓഫ് ദി വീക്ക്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരേ ദിവസം വരുന്ന, അല്ലെ, ഒരേ ദിവസം വരുന്ന തീയതികളെല്ലാം എന്ത് ചെയ്യണം? മാർക്ക് ചെയ്യാൻ. അതായത് ഒരേ ദിവസം, ഇപ്പൊ സൺഡേ ആണെങ്കിൽ എല്ലാ സൺഡേകളും, അല്ലെങ്കിൽ മൺഡേ ആണെങ്കിൽ എല്ലാ മൺഡേകളും, അല്ലെ, അല്ലെങ്കിൽ ട്യൂസ്ഡേ ആണെങ്കിൽ എല്ലാ ട്യൂസ്ഡേ. അപ്പൊ ഇങ്ങനെ മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ദി സം ഓഫ് ദി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നമ്പർ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് വിച്ച് അതർ പെയേഴ്സ്. നേരത്തെ ചെയ്ത് അതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ആദ്യത്തേതും അവസാനത്തേതും തമ്മിലുള്ള ഡേറ്റുകളൊന്ന് കൂട്ടി നോക്കുക. കൂട്ടി നോക്കിയിട്ട് ഇതിൽ ബാക്കിയുള്ള ഏത് പെയറിനാണ് അതേ സമ്മ് തന്നെ വരുന്നതെന്ന് നോക്കാം. മനസ്സിലായല്ലോ? അപ്പൊ നേരത്തെ ചെയ്ത് അതേ ചോദ്യം തന്നെ ഇവിടെ ഒരു വ്യത്യാസമുള്ള എന്താണ്? ഈ ഒരു കലണ്ടറായി കലണ്ടറിന് ഇതേപോലെ നമ്മൾ അടയാളപ്പെടുത്തുക, അല്ലെ, ഒരേ ദിവസം വരുന്ന ഡേറ്റുകളൊന്ന് മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവ തമ്മിലൊന്ന് ഇതേ രൂപത്തിൽ കൂട്ടി നോക്കാം. അപ്പൊ എപ്പോഴും കലണ്ടറുമായി ബന്ധപ്പെട്ട ചോദ്യം എപ്പോഴും നമുക്ക് ഇനി 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ വരുന്നുണ്ട്. മനസ്സിലായോ? പക്ഷെ ഇത് നമുക്ക് വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ഇനി 9ലൊക്കെ എത്തുമ്പോൾ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓൾജിബ്ര, അല്ലെ, അപ്പോൾ ഓൾജിബ്ര എഴുതേണ്ടി വരും നമുക്ക്. അവിടെയും നമുക്ക് കലണ്ടർ തന്നെ വരും. ഇതുപോലത്തെ കലണ്ടർ തന്നെ അവിടെയും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്കിത് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുന്നു? ഞാൻ ആദ്യം നോക്കിയപ്പോൾ 6, 13, 20, 27 ആ ഡേറ്റുകൾ ഞാൻ ഇവിടെ എഴുതുന്നു. അതുപോലെ തന്നെ 2, 9, 16, 23, 30 ആ ഡേറ്റ് ഞാൻ ഇവിടെ എഴുതുന്നു. അപ്പൊ ആദ്യം നമ്മൾ 6, 13, 20, 27 അല്ലെ, അപ്പൊ ആ ഡേറ്റുകൾ ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യും? നമുക്ക് നേരത്തെ ചോദ്യത്തിലുള്ള പോലെ തന്നെ നമുക്ക് ആദ്യത്തെ അവസാനത്തെ ഈ ഡേറ്റുകൾ തമ്മിലൊന്ന് കൂട്ടി നോക്കാം, അല്ലെ. ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ. ആദ്യത്തെ സംഖ്യയും അവസാനത്തെ സംഖ്യയും കൂടി കൂട്ടി വയ്ക്കുക. ഫസ്റ്റ് നമ്പർ 6 + 27, അല്ലേ? 6 + 27 എത്ര കിട്ടും? 33. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ നമ്മൾ കൂട്ടി വയ്ക്കുക. മിഡിൽ 2 നമ്പേഴ്സ്, അല്ലേ? മിഡിൽ 2 നമ്പേഴ്സ്. അതായത് മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെ തുക, അല്ലെ, മധ്യത്തിലുള്ള രണ്ട് സംഖ്യകളുടെ തുക ഏതൊക്കെ വരും? 13 + 20, അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 33 കിട്ടി. അപ്പൊ നേരത്തെ ചെയ്ത അതേ കാര്യമാണ് ഇവിടെയും വന്നത്, അല്ലെ. കലണ്ടറിൽ ഇതേപോലെ സംഖ്യകൾ എടുത്തപ്പോഴും അവസാനത്തെ രണ്ട് സംഖ്യകൾ കൂടി കൂട്ടുന്നതും നടുവിലെ രണ്ട് സംഖ്യകൾ കൂട്ടുന്നതും തമ്മിൽ തുല്യമാണ്. ഇനി ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക? അടുത്ത 4 ഡേറ്റ് എടുത്ത് നോക്കാം. നമ്മൾ കലണ്ടർ ആ ചിത്രം ഉണ്ടല്ലോ, അതിൽ അടുത്ത ഡേറ്റ് എടുത്തതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ 5 സംഖ്യകൾ എടുക്കുമ്പോൾ, അല്ലെ, ഇനി 5 സംഖ്യകൾ വരുമ്പോൾ ആ കലണ്ടറിൽ തന്നെ നോക്കാം. നമ്മൾ അടുത്ത് സെലക്ട് ചെയ്തിട്ടുള്ള ഈ സംഖ്യകളാണ്. ഇപ്പം ഇതൊന്ന് നോക്കിയാൽ നമുക്ക് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നോക്കിയാൽ ഈ 2 സംഖ്യകളൊന്ന് കൂട്ടി നോക്കാം. അതായത് ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ, അല്ലേ. രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 2 + 30 = 32. 32 കിട്ടി, അല്ലേ. ഇനി നമുക്ക് നോക്കിയാൽ 32 എപ്പോഴാണ് കിട്ടുക? 9, 23, 32 അല്ലേ. അപ്പോൾ 9, 23 അതായത് സെക്കൻഡ്, അല്ലേ. സെക്കൻഡ് നമ്പറും പിന്നെയോ ഫോർത്ത് നമ്പറും കൂടി കൂട്ടുമ്പോൾ എത്ര വരും? 9 + 23 = 32. ഇനി മിഡിൽ ഒരാൾ മാത്രമുണ്ട്, അല്ലേ. അപ്പോൾ 16ന്റെ കൂടെ 16 കൂട്ടിയാലും അതേ സംഖ്യ തന്നെ കൂട്ടിയാലും നമുക്ക് എന്ത് കിട്ടും? 32 കിട്ടും, അല്ലേ. അതായത് മിഡിൽ നമ്പർ പ്ലസ് മിഡിൽ നമ്പർ, അല്ലെങ്കിൽ 2 കൊണ്ട് ഗുണിച്ചാൽ, അല്ലേ. 2 പ്രാവശ്യം കൂട്ടാന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഗുണിക്കാം. മിഡിൽ നമ്പറിൻ്റെ കൂടെ വീണ്ടും ആ മിഡിൽ നമ്പറിനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 16 + 16 = 32 ആണല്ലോ. ഓക്കെ, ഇതിനെന്താണ് കാരണം? ഇവിടെ നോക്കിയാൽ ഈ സംഖ്യയിൽ തമ്മിൽ വ്യത്യാസം എത്രയാണ്? 6ഉം 7ഉം 13, അല്ലേ. പിന്നെ 13ൻ്റെ കൂടെ 7 കൂട്ടണം 20, 20ൻ്റെ കൂടെ 7 കൂട്ടി 27, അല്ലേ. അതായത് നമുക്കറിയാം ഒരു കലണ്ടറിൽ ഒരേ ദിവസങ്ങൾ വരുന്ന സംഖ്യയിൽ തമ്മിൽ വ്യത്യാസം എത്രയായിരിക്കും? 7 ദിവസമായിരിക്കും, അല്ലേ. ഇപ്പം ഇവിടെ നോക്കിയേ, ഇപ്പൊ 6, അല്ലേ. ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട്, അല്ലേ. അപ്പൊ അതുകൊണ്ട് അടുത്ത മൺഡേ വരുന്ന എന്താണ്? പിന്നെ 13ാം തീയതി. പിന്നത്തെ മൺഡേ വരുന്ന 7 ദിവസം കഴിഞ്ഞ് 20ാം തീയതി. അടുത്ത മൺഡേ വരുന്നത് വീണ്ടും 7 ദിവസം കഴിഞ്ഞ് 27ാം തീയതി, അല്ലേ. അതായത് ഈ സംഖ്യയിൽ തമ്മിലുള്ള വ്യത്യാസം എത്രയായിരിക്കും? 7 ആയിരിക്കും വ്യത്യാസം, അല്ലേ. അപ്പൊ അതാണ് നമുക്ക് ആദ്യം എഴുതേണ്ടത്. അപ്പൊ 7 വ്യത്യാസമാണെങ്കിൽ ഇപ്പൊ ആദ്യത്തെ സംഖ്യയുടെ 7 കൂട്ടുമ്പോൾ 13 കിട്ടി,
അല്ലേ? അങ്ങനെയാണെങ്കിൽ അവസാനത്തെ സംഖ്യയിൽ നിന്ന് 7 കുറച്ചു. അപ്പോൾ എത്ര കിട്ടി? 27ൽ നിന്ന് 7 കുറച്ചപ്പോൾ 20 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടുന്നതും ഇത് തമ്മിൽ കൂട്ടുന്നതും എന്തായിരിക്കും? സെയിം ആയിരിക്കും അല്ലേ? 7 ഇവിടെ കൂട്ടി, അപ്പോൾ 7 ഇവിടെ നിന്ന് കുറച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെയും അത് തന്നെ. ഇവിടെ നോക്കിയാൽ 2ഉം 30ഉം അല്ലേ? 32 കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ 7 കൂട്ടി, ഇതിൻ്റോട് കൂടി 7 കൂട്ടി, അപ്പോൾ ഇതിൽ നിന്ന് 7 കുറച്ചു അല്ലേ? അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിയാലും നമുക്ക് എത്ര കിട്ടും? 32 കിട്ടും. ഇനി 16 മിഡിലാണ് അല്ലേ? അതായത് 2ൻ്റെ കൂടെ എത്ര കൂട്ടുമ്പോഴാണ് 16 കിട്ടുക? 14 കൂട്ടുമ്പോൾ അല്ലേ? 2 + 14 16. അങ്ങനെയാണെങ്കിൽ 30ൽ നിന്ന് എത്ര കുറയ്ക്കണം? ഈ 14 കുറയ്ക്കണം. അപ്പോൾ 30 - 14 എത്ര കിട്ടും? 16 കിട്ടി. മനസ്സിലായില്ലേ? അപ്പോൾ ഒക്കെ നമ്മുടെ റീസൺ ഒക്കെ എന്താണ്? സെയിം റീസൺ തന്നെയാണ് അല്ലേ? ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ഡേറ്റ്സ് ഈസ് 7 അല്ലേ? ഈ തീയതികൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 7 ആണ് അല്ലേ? 7 ആണ് ഓരോ തീയതിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അപ്പോൾ അതായത് ഇവിടെ എന്ത് എഴുതാം? ഫസ്റ്റ് നമ്പർ +7. അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ കൂടെ 7 കൂട്ടിയപ്പോൾ രണ്ടാമത്തെ സംഖ്യ കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ അവസാന സംഖ്യയിൽ നിന്ന് 7 കുറച്ചപ്പോഴാണ് നമുക്ക് മൂന്നാമത്തെ സംഖ്യ കിട്ടുന്നത് അല്ലേ? ലാസ്റ്റ് നമ്പറിൽ നിന്ന് 7 കുറച്ചപ്പോൾ മൂന്നാമത്തെ സംഖ്യ കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിൽ കൂട്ടുന്നത് തുല്യമായിരിക്കും അല്ലേ? 7 കൂട്ടി, അതിന് പകരം ഇതിൽ നിന്ന് 7 കുറച്ചു. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി ഇതിൻ്റെ കേസ് വരുമ്പോഴോ, ഇതിൻ്റെ കേസിൽ എന്താ? ഒരു മിഡിൽ നമ്പർ ഉണ്ട് അല്ലേ? മിഡിൽ നമ്പറും കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ റീസൺ എഴുതാം. അതിനുശേഷം എന്ത് എഴുതാം? മിഡിൽ നമ്പറിൻ്റെ കാര്യം എഴുതണ്ടേ? അതായത് ആദ്യത്തെ സംഖ്യയിൽ നിന്ന് എത്ര കൂട്ടി? 14 കൂട്ടിയപ്പോഴാണ് നമുക്ക് മിഡിൽ നമ്പർ കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവസാന സംഖ്യയിൽ നിന്ന് 14 കുറച്ചു അല്ലേ? അപ്പോൾ ഇവിടെ 14 കൂട്ടിയതിന് പകരം ഇതിൽ നിന്ന് 14 കുറച്ചു. അതാണ് നമ്മൾ എഴുതിയത്. ഫസ്റ്റ് നമ്പർ +14 = മിഡിൽ നമ്പർ. ആദ്യത്തെ സംഖ്യയുടെ കൂടെ 14 കൂട്ടിയപ്പോൾ നടുവിലെ സംഖ്യ കിട്ടി. ഇനി ലാസ്റ്റ് നമ്പർ അവസാന സംഖ്യയിൽ നിന്ന് 14 കുറച്ചപ്പോൾ മിഡിൽ നമ്പർ കിട്ടി അല്ലേ? അപ്പോൾ 14 ഒന്നിൽ കൂട്ടി, അതിന് പകരം 14 ഇപ്പുറത്ത് നിന്ന് കുറച്ചു. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.